എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജോലിയും കരിയറും ഒക്കെ എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ ഒരു അനിശ്ചിതത്വത്തെ നേരിടാൻ പുതിയ സ്കിൽസ് പഠിച്ചാൽ മാത്രം മതിയോ? പോരാ. നമുക്ക് വേണ്ടത് പുതിയൊരു ചിന്താഗതിയാണ്, ഒരു പുതിയ മൈൻഡ് സെറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണതും അതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ടെക്നോളജി മാറുന്നു, സാമ്പത്തിക രംഗം മാറുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ ചെറിയൊരു പേടി തോന്നാറില്ലേ? ആ ഭയത്തിന്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത്, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അത് ശരിക്കും നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ഒന്നാണ്. പണ്ട് നമുക്കുണ്ടായിരുന്ന ഒരു സുരക്ഷിതത്വം, നാളെ എന്താകും എന്നറിയാത്ത ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ഒരു തോന്നൽ മാത്രമാണിത്. ശരി, അപ്പോ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ഈ തോന്നുന്ന ഭയമൊന്നും ഒരിക്കലും നിങ്ങളുടെ മാത്രം ഒരു കുഴപ്പമല്ല. ഇത് നമ്മുടെ എല്ലാം ശരീരത്തിൽ സ്വാഭാവികമായുണ്ടാകുന്ന ഒരു പ്രതികരണമാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു വലിയ വാക്കാണ്, പക്ഷെ സംഭവം സിമ്പിളാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചെറിയ ചിന്തയ്ക്ക് പോലും നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. നമ്മുടെ നാഡികളെ, ഹോർമോണുകളെ, എന്തിന് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വരെ അത് സ്വാധീനിക്കും. ചുരുക്കി പറഞ്ഞാൽ, മനസ്സിലെ പേടി ശരീരത്തിന്റെ യാഥാർത്ഥ്യമായി മാറുന്നു. ജോലിയിലൊരു പ്രശ്നം വരുമ്പോൾ സാധാരണയായി നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഐഡന്റിറ്റി തന്നെ നഷ്ടപ്പെട്ട പോലെ തോന്നാം. അല്ലെങ്കിൽ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്നൊരു നാണക്കേട് തോന്നാം. അതുമല്ലെങ്കിൽ ദിവസവും ചെയ്തിരുന്ന കാര്യങ്ങളുടെ ചിട്ട തെറ്റുന്നത് കാണാം. ചിലപ്പോൾ ആൾക്കാരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനും തോന്നും. ഒരുപക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കുറവല്ല, അതൊരു പരാജയവുമല്ല. ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ തലച്ചോറ് സ്വാഭാവികമായി പ്രതികരിക്കുന്ന രീതി മാത്രമാണിത്. ഇതൊന്നും മനസ്സിലാക്കിയാൽ തന്നെ പകുതി സമാധാനമായി. അപ്പോ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. അതിനുള്ള ഉത്തരം തിരുമൂലരെന്ന ഒരു മഹർഷിയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു കിടിലൻ ആശയത്തിലുണ്ട്. നമുക്കത് പരിചയപ്പെടാം. ഇവിടെയാണ് ആ ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസം വരുന്നത്. നമ്മളിൽ പലരും നമ്മളെ തന്നെ ആ വലയായിട്ടാണ് കാണുന്നത്. അതായത്, നമ്മുടെ ജോലി, നമ്മുടെ കമ്പനി, നമ്മുടെ പൊസിഷൻ, അതൊക്കെയാണ് നമ്മൾ എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ സത്യത്തിൽ നമ്മൾ ആരാണ്? നമ്മൾ ആ വല നെയ്യുന്ന ചിലന്തിയാണ്. വല എപ്പോ വേണമെങ്കിലും പൊട്ടിപ്പോകാം, പക്ഷെ ആ വലയുണ്ടാക്കാനുള്ള കഴിവ് അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. ഈ ഒരു ആശയം എന്തു ഭംഗിയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നിങ്ങൾ വലയാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് ആ പേടി വരുന്നത്. എന്നാൽ നിങ്ങൾ ആ വല നെയ്യുന്ന ചിലന്തിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ആ പേടിക്ക് അവിടെ സ്ഥാനമില്ല. കാരണം നിങ്ങൾക്കറിയാം, ഒരു വല പോയാൽ മറ്റൊന്ന് അതിലും മികച്ചെന്നുണ്ടാക്കാൻ എനിക്ക് കഴിയുമെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിലോസഫി എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ തലച്ചോറിൽ തന്നെ നടപ്പിലാക്കാമെന്ന് നോക്കിയാലോ? നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ തലച്ചോറിനുള്ളിൽ എപ്പോഴും ഒരു വടംവലി നടക്കുന്നുണ്ട്. ഒരു വശത്ത് എപ്പോഴും അപകടങ്ങളെ നോക്കിയിരിക്കുന്ന ഒരു പഴയ കാവൽക്കാരനുണ്ട്. മറുവശത്ത് നല്ലപോലെ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന, ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഒരു സ്മാർട്ടായ സിഇഒയുമുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ബാലൻസാണ് നമുക്ക് വേണ്ടത്. ഇവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു വിരോധാഭാസം കിടക്കുന്നത്. നമുക്ക് ടെൻഷൻ വരുമ്പോൾ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ശരീരത്തിൽ കൂടും. ഇത് തലച്ചോറിൽ നെഗറ്റീവ് ചിന്തകളുടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കും. ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നമ്മുടെ ആ സിഇഒ ബ്രെയിൻ ഉണ്ടല്ലോ, ഈ ടെൻഷൻ കാരണം അതിന്റെ പവർ കട്ടാകും. അതായത്, പ്രശ്നം പരിഹരിക്കാൻ വേണ്ട തലച്ചോറിന്റെ ഭാഗത്ത് തന്നെ ഈ ടെൻഷൻ ഓഫാക്കി കളയും. നമ്മുടെ തലച്ചോറിന്റെ ഏകദേശം 40% ഈ പറഞ്ഞ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. അതൊരു ചെറിയ കാര്യമല്ല. പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നമ്മുടെ ഒരു സൂപ്പർ പവറാണത്. ആ ശക്തിയെയാണ് നമ്മൾ വീണ്ടും ഉണർത്തേണ്ടത്. അപ്പോ നമ്മുടെ ഉള്ളിലെ ആ ചിലന്തിയെ എങ്ങനെ കൂടുതൽ സ്ട്രോങ് ആക്കാം? അതിനൊരു കിഡിലൻ ഫോർമുലയുണ്ട്, മൂവേഴ്സ് പ്രോട്ടോകോൾ. ഇതിലെ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥമുണ്ട്. എം ഫോർ മെഡിറ്റേഷൻ, മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ. ഒ, ഓക്സിജനേഷൻ, നല്ലപോലെ ശ്വാസമെടുത്ത് ടെൻഷൻ കുറയ്ക്കാൻ. വി, വിഷ്വലൈസേഷൻ, വിജയം മനസ്സിൽ കാണാൻ. ഇ, എക്സസൈസ്, കാരണം വ്യായാമം ശരീരത്തിന് മാത്രമല്ല തലച്ചോറിനും നല്ലതാണ്. ആർ, റീഡിംഗ്, നല്ല പുസ്തകങ്ങൾ വായിച്ച് പോസിറ്റീവ് എനർജി നേടാൻ. പിന്നെ എസ്, സ്ക്രൈബിംഗ്, അതായത് മനസ്സിലുള്ള ടെൻഷനൊക്കെ ഒരു പേപ്പറിലങ്ങ് എഴുതി വയ്ക്കുക. ഈ ദിനചര്യ നിങ്ങളുടെ സിഇഒ ബ്രെയിനെ എല്ലാ ദിവസവും ആക്റ്റീവാക്കി വയ്ക്കും. നമ്മുടെ ലക്ഷ്യം വെറുതെ ടെൻഷനെ അതിജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറം നല്ല സന്തോഷവും ഊർജ്ജവുമുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നതാണ്. പ്രധാനമായും 2 തരം മാനസികാവസ്ഥകളുണ്ട്. ഒന്ന് നോമി സ്റ്റേറ്റ്, എനിക്കൊന്നുമില്ല, ഞാനിങ്ങനെ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു നെഗറ്റീവ് അവസ്ഥ. മറ്റേത് യെസ്മി സ്റ്റേറ്റ്, യെസ് എനിക്ക് പറ്റും എന്ന് പറയുന്ന നല്ല ആത്മവിശ്വാസമുള്ള ഒരു പോസിറ്റീവ് അവസ്ഥ. ഈ യസ്മി അവസ്ഥയിലാണ് നമ്മൾ പ്രശ്നങ്ങളെ ഏറ്റവും നന്നായി പരിഹരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യവും അതുതന്നെ.
ഏത് നിമിഷവും നമ്മുടെ മൂഡ് മാറ്റാൻ സഹായിക്കുന്ന 3 സിമ്പിൾ ടെക്നിക്കുകൾ പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, ആ 4-7-8 ശ്വാസമെടുക്കുന്ന രീതി. 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്കെടുക്കുക, 7 സെക്കൻഡ് പിടിച്ചുവെക്കുക, എന്നിട്ട് 8 സെക്കൻഡ് കൊണ്ട് പതുക്കെ പുറത്തേക്ക് വിടുക. ഇത് 2-3 തവണ ചെയ്താൽ മതി. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ കൂളാവും. എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ചെറിയ ടൂൾസാണിത്. ഇതുവരെ നമ്മൾ സംസാരിച്ചതിൻ്റെ എല്ലാം കാതലെന്താന്ന് വെച്ചാൽ, യഥാർത്ഥ മാറ്റം തുടങ്ങേണ്ടത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. യഥാർത്ഥ സുരക്ഷയും വിജയവും ഒക്കെ വരുന്നത് പുറത്തുനിന്നല്ല, നമ്മുടെ ഉള്ളിലെ കരുത്തിൽ നിന്നും കഴിവുകളിൽ നിന്നുമാണ്. നമ്മുടെ ഉള്ളിലെ ഈ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ പുറത്തുള്ള അവസരങ്ങൾ നമ്മളെ തേടിവരും. ഇത് 100% ഉറപ്പാണ്. ഓരോ ആഴ്ചയും നിങ്ങളോട് തന്നെ ചോദിക്കാൻ ചില ചോദ്യങ്ങളിതാ. നിങ്ങളുടെ മനസ്സിലെ എനർജി പഴയ കാര്യങ്ങൾ ഓർത്ത് കളയുകയാണോ? നിങ്ങൾ നോമി സ്റ്റേറ്റിലാണോ അതോ യെസ്മി സ്റ്റേറ്റിലാണോ? നിങ്ങൾ ഇപ്പോഴും ആ പൊട്ടിപ്പോയ വല നന്നാക്കാൻ നോക്കുകയാണോ അതോ നിങ്ങളുടെ ഉള്ളിലെ ചിലന്തിയെ ശക്തിപ്പെടുത്തുകയാണോ? ഇതൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ സ്ഥാനമോ അല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ജോലി ചെയ്യാനുള്ള, ആ സ്ഥാനം നേടാനുള്ള കഴിവുള്ള വ്യക്തിയാണ്. നിങ്ങളാണ് ആ ചിലന്തി. ഒരു വല നഷ്ടപ്പെട്ടാൽ പുതിയൊരെണ്ണം, ഒരുപക്ഷെ കൂടുതൽ മനോഹരമായൊരെണ്ണം നെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ആ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി.